മലയാളമുള്ള കാലത്തോളം നിലനിൽക്കുന്നവയാണ് ONVയുടെ കവിതകൾ. ഗാനമായാലും കവിതകളായാലും അവ മലയാളികളുടെ മനസ്സിലൂടെ ഒഴുകിപ്പരക്കുന്നു. ഇന്ന് പ്രിയ കവിയുടെ 94ാമത് ജന്മദിനമാണ്. ചവറയിലെ നമ്പ്യാടിക്കൽ തറവാട്ടിൽ ONVയെ അനുസ്മരിച്ച് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഒത്തുചേർന്നു. കവി വി മധുസൂദനൻ നായരാണ് ONV സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഇന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളതായിരുന്നു ONV കവിതകളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള കവിതകളായിരുന്നു ONVയുടേതെന്ന് കവി വി മധുസൂദനൻ നായർ പറഞ്ഞു. ONVയുടെ 94ാമത് ജയന്തി ദിനത്തിൽ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടന്ന ONV സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വശ്യമായ പ്രയോഗങ്ങൾ ONV കവിതകളിലുണ്ട്. എല്ലാ സൗന്ദര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും വാക്കിലൂടെ ജനതയുടെ സംസ്കാരത്തിന്റെ ആഴം സൃഷ്ടിക്കാൻ കഴിഞ്ഞ കവിയായിരുന്നു ONV എന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഒരുപാട് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് പുലരേണ്ടതുണ്ട്. അത്രയ്ക്ക് അധികം വലിയ അക്ഷര പായസം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മുതൽ വൃദ്ധൻ വരെ എല്ലാവർക്കും, ഏറ്റവും കൊച്ചു കുഞ്ഞിനും അദ്ദേഹത്തിന്റെ കാവ്യരസം കൊടുത്തു. ഏറ്റവും വൃദ്ധനായുള്ളവനും കൊടുത്തു, യുവാവായുള്ളവനും കൊടുത്തു, ആബാലവൃദ്ധത്തിനും. ഞാൻ പറയാൻ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകൾ ആദ്യം ഉണ്ടായത് എൻ്റെ കുഞ്ഞോർമ്മകളിൽ പൊന്നരിവാളമ്പിളിയിൽ അമ്പിളിയമ്മാവ് ഇതൊക്കെയാണ്. അന്ന് ഞാൻ കൊച്ചെന്ന് പറഞ്ഞാൽ തീരെ കൊച്ച്, കഷ്ടിച്ച് അര നിക്കറിട്ട് നെയ്യാറ്റിങ്കര അമ്പലത്തിന്റെ മുമ്പിൽ ഓടിക്കളിക്കുമ്പോൾ അവിടുത്തെ ഗ്രാമഫോണിൽ കൂടെ കേട്ട പാട്ട്, ആ പാട്ടുകൾ അതേത് കവിയുടെ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഏറ്റുപാടുമായിരുന്നു. കുട്ടിയായിരുന്ന എൻ്റെ ഉള്ളിൽ അന്ന് ഒരു പാട്ടോർമ്മ ഉണർത്തിയത് ഈ കവിയായിരുന്നു. ചവറ KS പിള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ONVയുടെ ഛായാചിത്രത്തിനു മുന്നിൽ ഭദ്രദീപം തെളിച്ച് പുഷ്പാർച്ചന നടത്തി. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, വികാസ് ബാബു, GS സരിത, D സുനിൽകുമാർ, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GR സുരേഷ് കുമാർ, കലാസരിത് സാംസ്കാരിക സമിതി പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള, സെക്രട്ടറി K ജയകൃഷ്ണൻ, ഗിരീഷ് മുഖത്തല, ജോസഫ് വിൽസൺ, ആസാദ് ആശീർവാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ ONV സ്മൃതി പുരസ്കാരം വി മധുസൂദനൻ നായർക്കും ശ്രീകുമാർ മുഖത്തലയ്ക്കും തിരക്കഥാകൃത്തും സ്മാരക കമ്മിറ്റി ചെയർമാനുമായ അനിൽ മുഖത്തല നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.